അച്ചായോ അച്ചായോ ഇപ്പോഴെങ്ങനെ പുറത്തിറങ്ങോ നിങ്ങൾ? എത്ര നേരമായി കയറിയിട്ട് നമുക്ക് പോണ്ടേന്ന്. ആ വരണുണ്ണിയെ നിങ്ങൾ എന്താ ചെയ്. കുറെ നേരമായിട്ട് ഞാനിവിടെ ഡ്രസ്സ് ചെയ്ത് കാത്തിക്കുന്നു. അതൊക്കെ വണ്ടി കയറി പോകുന്നുണ്ട്. വേഗം വന്നോളി. വന്നൂല്ലേ? എന്താ എന്റെ ഉണ്ണിയെ സ്വസ്ഥമായിട്ട് ബാത്റൂം പോകാൻ സമ്മതിക്കൂല. ഇത് മുഴുവനാക്കണ്ടേ? ബാക്കിയേക്കാൻ പറ്റുമോ? അയാൾ ഇത്ര നേരം അതിന്റെ ഉള്ളിലായിരുന്നു. അപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരാള് വണ്ടിയിൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ചച്ചായോ അതെ കാര്യം എന്താ ചച്ചായ? അബ്ദുബായി എത്ര നേരം അവിടെ കാത്തു നിൽക്കണം. അപ്പൊ പിന്നെ നമ്മള് പോണ്ടേ? കുറെ നേരമായാലും അത് അടിക്കണത്. ഈ ചെങ്ങായിക്ക് പോവല്ലേ നമുക്ക്? വാ, ഞാൻ റെഡി ആയിക്കണോ? ഞാൻ അബ്ദു വന്നോട്ടെ. അയാള് വന്നോട്ടേന്ന്. എന്താ സുഖം, ഒരു പണിയില്ല. ഇയാൾ ഈ കട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് അവിടെ കയറി കിടക്കാൻ. എത്ര കാലായി ഇയാൾ ഇവിടെ കിടക്കണ, ഞാൻ താഴെ കിടക്കണേ. ആ കട്ടില് അവിടെ കിടന്നോ. എന്തത് ഇപ്പോഴും റെഡി ആയില്ലേ? ഇപ്പൊ പോവാം, പരിപാടിയൊക്കെ കഴിഞ്ഞിക്കണ്. എല്ലാം കഴിഞ്ഞു. അല്ലാതെ എന്താ തീറ്റിന്നെ എപ്പോഴും? അതങ്ങനെ തന്നെയല്ലേ, ഫുൾ ടൈം നല്ല സുഖല്ലേ. അതിനെ നമ്മളെ മാതിരി ഒന്നല്ല, ചോദിക്കാനും പറയാനും എനിക്ക് ആരുണ്ട്? കേസിലാക്കിയല്ലേ. കുറച്ച് മലയാളം അറിയും. എല്ലാ എന്താ റിങ് ചെയ്തോണ്ടിരിക്കണേ? അത് കൊറേ നേരമായിട്ട് അങ്ങനെ തന്നെ കൊറേ നേരം ഭയങ്കര ഉറക്കല്ലേ. മാനോ എടോ എത്ര നേരായി ഫോൺ റിങ് ചെയ്യണേ? എന്നാ ഓളാ തോന്നണേ. അയാൾ ഏതായാലും വിളിക്കലില്ല. നിങ്ങൾക്കൊക്കെ ഒന്ന് അടിച്ചേരിക്കൂടെ? അയാള് തിന്നിട്ട് ഞാൻ ഉറങ്ങിയിരുന്നു. ഞാനൊന്നേ ചങ്ങായിമാരെ പോണ്ടേ? ഫ്രഷ് ആയിട്ട് വിളിക്കാം. നമ്മൾ റെഡിയാണ്, പോവാ. ആ അബ്ദൊക്കെ ഇപ്പൊ വന്ന്. ഞാൻ എപ്പോ വന്നിക്കണേ? ഇജ്ജ് നല്ല ഉറക്കല്ലേ? അല്ല ഇന്നലെ എന്തേ ഓവർ ഡ്യൂട്ടി ആയിരുന്ന? ഓവർ ഡ്യൂട്ടിന്റെ ഒന്നും പറയണ്ട. കൊറേ റിങ് ചെയ്താ ഫോണ്. എത്ര നേരായി? വൈഫ് ആയിരുന്നു. എന്നാ ഇറങ്ങടേ കൈമാരെ. എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ. ഇന്ന് റിയാസിന്റെ പരിപാടിയല്ലേ? ഈ വരുന്നില്ല? ഞാനില്ല, ഞാനും നമ്മളെ സർദാർജി കൂടി. മാനോ റിയാസിന്റെ ചെലവല്ലെന്ന് ഇജ്ജ് ഉറങ്ങണോണ്ട് എന്നെ വിളിക്കാത്താണ്. ആ റിയാസിന്റെ ചെലവ് വേണ്ട അയാളെ കൊണ്ടേക്കോടി. ഹലോ റിയാസേ, എവിടെയുള്ളേ? ഞാനിവിടെ തന്നെ ഉണ്ട്. അബ്ദുക്ക, നിങ്ങളൊക്കെ എവിടെ? ആ ഞങ്ങൾ ഇറങ്ങി. ഇജ്ജ് എവിടെ? ഞാൻ എന്റെ റൂമിന്റെ താഴെണ്ടല്ലോ. എന്നാ ശരി, ടാറ്റാ. പോയിട്ടോ കയ്യിൽ മലബാരി. ഇനിയിപ്പൊ പോയിട്ട് എപ്പത്ര? ഞങ്ങള് ടാക്സി വിളിച്ച് ഇപ്പൊ അവിടെ എത്തും. എന്നാ വേഗം വരി, വൈകണ്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. നേരത്തെ ഞാൻ കൊറേ വിളിച്ചു മടുത്ത്. ഞാനത് ഉറങ്ങിപ്പോയി. ഇവരെല്ലാരും റൂമിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത്. പിന്നെ ഇവിടെ നല്ല മഴയാണ്. എപ്പോ തുടങ്ങി മഴ? കുറച്ച് ദിവസമായി. ഞാൻ കണ്ടിരുന്നു. നല്ല മഴ ഉണ്ടോ? എല്ലായിടത്തും നല്ല മഴയാണ്. മുറ്റത്തൊക്കെ വെള്ളം നിക്കണ്ട്. അങ്ങനെയാണെങ്കിൽ വിശാത്തോനെ വിളിച്ചേക്കോ. ഇപ്പൊ വലിയ കുഴപ്പമില്ലേക്കാ, ഞാൻ വേണമെങ്കിൽ വിളിച്ചോളാം. പിന്നെ മോനിന്ന് കൊറേ കരഞ്ഞു. എന്തേ? മോന്റെ സൈക്കിള് കേടന്നിക്കാ. അതിനാ കരഞ്ഞ്. എന്നിട്ട് നീ അവനോട് എന്ത് പറഞ്ഞു? കൊഴപ്പില്ല, ശരിയാക്കി തരാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിക്കണ്. പാവാണ്, കൊറേ കരഞ്ഞ്. പിന്നെക്കാ ഒരു കാര്യണ്ട്. പൊന്നൂസിന്റെ കൊലുസ് ബാങ്കിൽ നിന്ന് എടുക്കണ്ടേ? നോട്ടീസ് വന്നിണ്. അതിപ്പോ സമയായില്ലേ? ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. ഓ, എത്ര വന്നുള്ള എമൗണ്ട്? പലിശ മാത്രം 62,000 ഉണ്ട്. അതിപ്പോ ഏതായാലും 2 മാസം കഴിഞ്ഞാൽ വരല്ലേ, 1.5 ലക്ഷം എടുക്കാം. തൽക്കാലം അതെ മാറ്റി വെക്ക്.
ഞാൻ വന്നിട്ട് ബാങ്ക് മാനേജർ സംസാരിക്കാം. ആ എന്നാ ഞാൻ മക്കളെ ഉറക്കട്ടെ, നാളെ വിളിക്കട്ടാ. ഓക്കെ. നല്ല മഴ ഉണ്ട്. ഇൻഷാല്ലാ. നല്ല നല്ല മഴയുടെ സൗണ്ട് ഉണ്ടല്ലേ? ആ അതന്നെ നല്ല മഴയാണ്. ആ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. क्या हो गया भाई दोस्त? നാട്ടിലും മഴ, ബാരിഷ്. फिर बारिश? फिक्र मत करो यार, फिक्र मत करो. हम लोग का गांव में बहुत बारिश है. ऊपर वाला ना सब कुछ ठीक करेगा. टेंशन मत करो. ओके? फिक्र मत करो, दुआ करो, दुआ करो. ആണ്ടോക്ക സർദാർജി അവിടെ आ എത്തിയിരിക്കുന്നു. गया साला. സർദാർജി കട്ടില് മാറിയാലോ, രക്ഷപ്പെട്ടിട്ടോ. സർദാർജി അവിടെ നിന്ന് ഇങ്ങോട്ടെത്തി. अरे यार उसके गांव में बहुत बारिश है. थोड़ा टेंशन में हो, तमाशा मत करो. എന്താ वो മനോ, फिक्र में हो. എന്താ പ്രശ്നം? ഒന്നുമില്ല, വൈഫ് വിളിച്ചപ്പോളേ നാട്ടില് ഭയങ്കര മഴയാണ്. ആ മൊത്തത്തില് മഴയാണ്. 2-3 ദിവസങ്ങളായി. ആകെ പ്രശ്നങ്ങള്, ആളുകളൊക്കെ മാറ്റി പാർപ്പിക്കണ്ടത്ര. അതൊക്കെ പോട്ടെ, ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ ഭക്ഷണം. 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ എന്തെങ്കിലും കഴിച്ചില്ല? ഭക്ഷണം ആകെ ടെൻഷൻ. മഴ തുടങ്ങിയിട്ട് 2-3 ദിവസങ്ങളായി. അതിനും പുറമെ ബാങ്കിൽ നിന്ന് പേപ്പറും വന്നു. പ്രവാസിന്റെ ഉടപ്പറപ്പാണ്. മരുന്നും അസുഖങ്ങളും. ഓരോ പ്രവാസിന്റെ സ്ഥിതി അതാണ്. ഒക്കെ ശരിയാവും മാനോ. ഒക്കെ ശരിയാവും, നമ്മൾ മരിക്കണം. അങ്ങനൊന്നും പറയില്ല മാനോ. നമ്മളൊക്കെ ജീവിതം ഇങ്ങനെ തന്നെ അവസാനം വരെ. എന്നാ പിന്നെ കിടന്നാലോ? എന്നാ കിടക്കാം. സമയം കുറെ ആയില്ലേ, രാവിലെ ഡ്യൂട്ടികളല്ലേ. സർദാർജി ജാവോ. मैं जाएगा. ഉം. ये दोस्त फिक्र मत करो, टेंशन मत करो. ओके? എന്താണ് മാനോ, നീ ആർക്കാണ് നേരത്തെ വിളിക്കണത്? ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല? അവിടെ ഇപ്പൊ പാതിരാ സമയല്ലേ, അവരൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ വിളിക്കുക. ഇങ്ങനെ ബേജാറാവില്ല. എപ്പോ തുടങ്ങിയ ബേജാറാ? ആരാണ് രാവിലെ തന്നെ? അച്ചായ, ആരോ വാതിൽ മുട്ടുണ്ട്, ഒന്ന് പോയി തുറന്നു. അത് സർദാർജി ഓർമ്മ തോന്നും. अरे बाप रे बाप, कौन है सुबह कितने आओ? अरे सुबह भगवान, मेरा दरवाजा. अरे कौन है? എന്താ രാവിലെ? എന്താ രാവിലെ തന്നെ?
മാനോ നിങ്ങൾ രാത്രി മുതൽ വിളിക്കണ്ടേ? മാനോ ജി വീട്ടിൽ വിളിച്ചാൽ ഇപ്പൊ കിട്ടൂല. എന്ത്? ഇത് ഈ സ്ഥലം നോക്കാം, നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഞങ്ങളുള്ള സ്ഥലമാണല്ലോ എന്റെ മോള് പഠിക്കുന്ന സ്കൂള്. ഞങ്ങളടുത്ത പാലം. ഒന്നുമില്ല ഉണ്ണിയ, ആ ടി വി ഒന്ന് ഓണാക്കിയ. സമീപം 4 മണിയോടെയായിരുന്നു 3 തവണ ഉരുൾപൊട്ടി. വീടുകളും സ്കൂളുകളും തകർന്നതായി നാട്ടുകാർ പറഞ്ഞു. വീടുകളിൽ വെള്ളവും ചെളിയും കയറി. 400-ലധികം പേർ ഒറ്റപ്പെട്ടു. പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. 2019 ഉരുൾപൊട്ടിയ കുറ്റമലയ്ക്ക് സമീപമാണ് പാലം നേരിടുന്നു. മൊബൈലിലും ബന്ധപ്പെടാനാവുന്നില്ല. രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും വീട്ടിൽ വിളിക്കണ്ട, ഇനി ഇത് വീട്ടിൽ വിളിക്കണ്ട. ഉരുൾപൊട്ടി 4 കുറ്റ്യാടി കടന്നപ്പള്ളിയിലെ പഞ്ചായത്തിലെ കർഷകരുടെ സംഘടനക്ക് ഭാഗങ്ങളിൽ നിന്നും 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തൊട്ടിൽപ്പാലം പുഴ മഴമേഘമൂടി നിലാവ് മറഞ്ഞു വയനാടിൻ മണ്ണിൽ പേമാരി പെയ്തു മനുജന്റെ മാനസം കുത്തിയൊലിച്ചു മലമുകൾ ഉരുളായി ആഞ്ഞു പതിച്ചു ഉരുളൻ പാറകൾ ഉയരെടുത്തൊഴുകി മരണക്കയത്തിൽ അന്നെല്ലാം ഒടുങ്ങി മറുനാട്ടിലുറ്റവർ ആർത്തു കരഞ്ഞു മലനാടിൻ മോഹങ്ങളെല്ലാം കരിഞ്ഞു.